പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വരുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെ പൊരിഞ്ഞ പോര്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകളും നഗരത്തിൽ സ്ഥാപിച്ചിരുന്നുവെന്നും പരിപാടി കഴിഞ്ഞിട്ടും ഇത് അഴിപ്പിക്കാതെ പ്രധാനമന്ത്രിയുടെ ബോർഡ് മാത്രം അഴിപ്പിച്ചത് അനുവദിക്കില്ല എന്നും ബി.ജെ.പി. തുറന്നടിച്ചു. തൃശൂരിൽ കാലുകുത്തുന്ന മോദിയുടെ തലയ്ക്കു മുകളിൽ വേണം പിണറായി വിജയന്റെ ഫ്ലെക്സ് എന്ന വാശിയിലാണ് സിപിഎമ്മിന്റെയും ബി.ജെ.പിയുടെയും ഈ തരംതാണ രാഷ്ട്രീയം കളിക്ക് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടപെടുകയാണ് വേണ്ടത്. കാരണം ഫ്ലെക്സ് വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയെ എപ്പോഴും എതിർക്കാറുള്ള ആളാണ് അദ്ദേഹം. മോദിയുടെ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് വാക്പോര് തുടങ്ങി. അത് അടിയിൽ കലാശിക്കേണ്ടതായിരുന്നു. എന്നാൽ നവകേരള സദസ്സ് ബോർഡ് മാറ്റാൻ ബി.ജെ.പി. ആഹ്വാനം ചെയ്തതോടെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തന്നെ മോദിയുടെ ഫ്ലെക്സ് തിരിച്ചുകെട്ടുകയായിരുന്നു. തെക്കേ ഗോപുര നടയ്ക്ക് സമീപത്തുള്ള പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളാണ് കോർപ്പറേഷൻ വാഹനത്തിലെത്തി ഉദ്യോഗസ്ഥർ അഴിപ്പിച്ചത്. പിന്നാലെ പ്രതിഷേധവുമായി ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി ബോർഡ് അഴിക്കുന്നത് തടയുകയായിരുന്നു. വാഹനത്തിൽ കയറ്റിയ ഫ്ലെക്സ് ബോർഡുകൾ തിരികെ കെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. നീക്കം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ തിരിച്ചുകെട്ടിയതോടെയാണ് പ്രതിഷേധക്കാർ ഒന്നടങ്ങിയത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകളും നഗരത്തിൽ സ്ഥാപിച്ചിരുന്നുവെന്നും ഇത് അഴിപ്പിക്കാതെ പ്രധാനമന്ത്രിയുടെ ബോർഡ് മാത്രം അഴിപ്പിച്ചത് അനുവദിക്കില്ലെന്നുമായിരുന്നു ബി.ജെ.പിയുടെ നിലപാട്. ജനുവരി 3-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ തൃശൂർ കോർപ്പറേഷൻ എടുത്ത തീരുമാനം ധിക്കാരപരവും അസഹിഷ്ണുത നിറഞ്ഞതുമാണെന്ന് പ്രസിഡന്റ് അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ ബോർഡുകളും തുടർന്ന് INTUC സംസ്ഥാന സമ്മേളനത്തിന്റെ ബോർഡുകളും മറ്റും നഗരത്തിലുണ്ടായിട്ടും ബി.ജെ.പിയുടെ ബോർഡുകൾ മാത്രം മാറ്റാൻ തൃശൂർ കോർപ്പറേഷൻ ഉത്തരവിട്ടത് തികഞ്ഞ തെമ്മാടിത്തം തന്നെയാണെന്നാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ തൃശൂർ കോർപ്പറേഷൻ ജീവനക്കാർ അഴിച്ചുമാറ്റിയ കൊടികളും ബോർഡുകളും പുനഃസ്ഥാപിച്ചതോടെയാണ് നഗരത്തിലുണ്ടായ സംഘർഷത്തിന് അയവ് വന്നത്. തുടർന്ന് ബി.ജെ.പി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുകയും കോർപ്പറേഷൻ കവാടത്തിൽ കൊടിയും ബോർഡും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു.